എല്ലാവർക്കും നമസ്തേ. സാർ, ഇന്ന് രാവിലെ വളരെ സുപ്രധാനമായ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലാകപ്പെട്ട പത്മകുമാർ, അദ്ദേഹത്തിന്റെ ഒരു വെളിപ്പെടുത്തലാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അദ്ദേഹം ചതിക്കപ്പെടുകയായിരുന്നു. അതുപോലെ തന്നെ ശ്രീജിത്ത് പോലീസ് മേധാവി അദ്ദേഹത്തെയും ഈ പത്മകുമാറിനെയും അവിടുന്ന് മാറ്റിയതൊക്കെ വലിയ ഒരു ചർച്ച, ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരുന്നു എന്നൊക്കെയാണ് വെളിപ്പെടുത്തൽ. അപ്പൊ സാർ, നമുക്കിതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ശബരിമല തകർക്കാൻ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം മൊത്തത്തിൽ തകർക്കാൻ വേണ്ടിയിട്ടൊരു ഗൂഢാലോചന, അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതില് അനീഷ രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന് പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ പത്മകുമാറിന്റെ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞ ചില പരാമർശങ്ങൾ. രണ്ടാമത്തേത് ശബരിമലയ്ക്കെതിരെയുള്ള ഗൂഢാലോചനയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്മകുമാറിൻ്റെ ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്ന് വെളിപ്പെടുത്തി എന്ന് നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങൾ, അതിലൊന്നും വലിയൊരു പ്രാധാന്യം ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ കൊടുക്കുന്നത് ശബരിമലയ്ക്കെതിരെ നിരന്തരം നടക്കുന്ന ഈ ഗൂഢാലോചനകളും ഇതുപോലെയുള്ള ആക്രമണങ്ങളുമാണ്. ശരിക്കും ആക്രമണമെന്ന് തന്നെ ഇതിനെ പറയണം. ഒന്ന്, ശബരിമലയെ ഇല്ലാതാക്കാൻ, ഫിസിക്കലായിട്ട് ഭൗതികമായിട്ട് തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട്. അത് 1950 തീപിടുത്തം നമുക്കറിയാം. അതിനു മുമ്പും തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. 50 വലിയൊരു തീപിടുത്തം ഉണ്ടായി. അതിനുശേഷം 1983 നിലയ്ക്കൽ സമരം ഉണ്ടായി. ഇങ്ങനെ നിരവധി, അതും ഇതിനിടയിലെല്ലാം ശബരിമലയ്ക്കെതിരെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ശബരിമലയ്ക്കെതിരെ നിരന്തരം പ്രചരണങ്ങൾ നടത്തുകയും അവിടുത്തെ വിശ്വാസത്തെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന നിരന്തരം അങ്ങനെയുള്ള പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഈ വിഷയം കാണാനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ശബരിമലയ്ക്കെതിരെയുള്ള ഈ ഗൂഢാലോചന അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത് ശബരിമലയെ തകർക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഇത് നമ്മളുടെ ഹിന്ദു വിശ്വാസങ്ങളെ, നമ്മളുടെ പരമ്പരാഗത വിശ്വാസങ്ങളെ തകർക്കാനുള്ള ഒരു ശ്രമമാണ്. അതിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നില്ല, ഞാൻ അതിലേക്ക് വരാം. ആദ്യം ഈ പരമ്പരാഗത വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ ശബരിമല ഒരു സാധാരണ ക്ഷേത്രമല്ല, അതൊരു കാനന ക്ഷേത്രമാണ്. നിരവധി പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ വലിയ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ്. പക്ഷേ അതിനപ്പുറം ഇതിനൊരു സാമൂഹിക പ്രസക്തിയും കൂടെ ഉണ്ട് ശബരിമല തീർത്ഥാടനത്തിന്. കേരളത്തിലെ ഹിന്ദുക്കൾ ഇപ്പം ഹിന്ദുമതത്തിനുള്ളിൽ കാലാകാലങ്ങളായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ചില തൽപര കക്ഷികൾ ഉണ്ടാക്കിയെടുത്ത വലിയ ഉച്ചനീചത്വങ്ങളും വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. സാമൂഹികമായും സാമ്പത്തികമായും അത്തരം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എല്ലാ സമുദായത്തിൽപ്പെട്ടവരും അല്ലെങ്കിൽ എല്ലാ ശ്രേണികളിലുള്ളവരും ഒരുപോലെ എത്തുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല. തീർച്ചയായും അത് ഹിന്ദു സമൂഹത്തിൻ്റെ കെട്ടുറപ്പിൻ്റെ ഒരു വലിയ വിളംബരം കൂടിയാണ് ഓരോ വർഷത്തെയും തീർത്ഥാടനം. മനസ്സിലായില്ലേ? അത് കേരളത്തിലെ ഹിന്ദുമതത്തിൻ്റെ ഒരു വലിയ ഐക്യത്തിൻ്റെ പ്രതീകം കൂടിയാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അങ്ങനെ ഗണത്തിൽ ആൾക്കാർ പറയുന്നവരൊന്നും അല്ല അവിടെ വരുന്നത്. അവിടെ സാമ്പത്തികമായും സാമൂഹികമായും ഏറ്റവും പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന തീർത്ഥാടകരാണ് മറ്റെല്ലാവരെയും പോലെ ഒരുപോലെ ഒരേ ഡ്രസ്സും ഒരേ മനസ്സുമായിട്ട് സന്നിധാനത്തെത്തി അയ്യപ്പനെ വണങ്ങുന്നത്. അപ്പോൾ ഇതൊരു കൃത്യമായ സാമൂഹിക ശാസ്ത്രം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാമൂഹികമായ ഒരു വിളംബരം ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇത് തകർക്കുക എന്നുള്ളത് ചിലരുടെ അജണ്ടയാണ്. അത് തകർന്നാൽ അത് ശബരിമലയെ മാത്രമല്ല ബാധിക്കുക, അത് ശബരിമല ക്ഷേത്രത്തെയല്ല, അത് ഹിന്ദുമത വിശ്വാസത്തെയും ഹിന്ദു സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെയും ബാധിക്കുമെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. ഹിന്ദുമതത്തിനുള്ളിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, ഭിന്നിപ്പുണ്ടാക്കാൻ പലപ്പോഴും ജിഹാദികളും ഇടതുപക്ഷക്കാരും എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ജാതിയുടെ പേര് പറഞ്ഞ്, സാമ്പത്തികത്തിൻ്റെ പേര് പറഞ്ഞ്, അങ്ങനെ പല തരത്തിൽ വിശ്വാസങ്ങളുടെ പേര് പറഞ്ഞ്. പക്ഷേ ശബരിമല ഇതിനെല്ലാം അതീതമായി നിൽക്കുന്ന ക്ഷേത്രമാണ്, അല്ലേ? അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കൃത്യമായ ഒരു ഗൂഢാലോചനയാണ്. അതെ സർ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ധർമ്മസ്ഥല ഒരു വളരെ വിവാദമായൊരു വാർത്തയായിരുന്നു, ധർമ്മസ്ഥലയിലെ ഒരു സംഭവം. അപ്പം അതിലൊരു ആ പ്രതിയായിട്ടുള്ള ചിന്നയ്യ ഒരു സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ ഇതേപോലെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. നടൻ പ്രകാശ് രാജും അതുപോലെ തന്നെ 2-3 യൂട്യൂബേഴ്സ്, സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്റ്റീവായിട്ടുള്ള കുറച്ച് ആളുകളും കൂടെ ചേർന്നിട്ട് അദ്ദേഹത്തിന് പണം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ വെളിപ്പെടുത്തൽ, അവിടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമീപിച്ചിരുന്നു എന്നുള്ളൊരു
വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയിരുന്നു. അപ്പൊ ഈ പ്രകാശ് രാജ് ഒക്കെ ഹിന്ദു മതത്തിനെതിരെ അല്ലെങ്കിൽ ഹൈന്ദവതയ്ക്കെതിരെ ഒക്കെ പ്രവർത്തിക്കുന്ന ഹൈന്ദവതയ്ക്കെതിരെ മാത്രമാണ് പ്രകാശ് രാജ് പറയുന്നത്. പ്രകാശ് രാജ് അങ്ങനെ എല്ലാ മതങ്ങൾക്കും എതിരെ പ്രസംഗിക്കുകയോ മോദി വിരുദ്ധനും ഹിന്ദുമത വിരുദ്ധനുമാണ്. അപ്പൊ ഇതിനൊക്കെ ഇവരൊക്കെ സ്പോൺസേർഡ് ആണ് അനീഷ ആ വിഷയം എടുത്ത് വളരെ നന്നായി. കാരണം ശബരിമല പോലെ പ്രാധാന്യമുള്ള ഇതുപോലൊരു വലിയ ഗൂഢാലോചനയാണ് ധർമ്മസ്ഥലയുടെ കാര്യത്തിൽ നടന്നിട്ട്. അവർക്ക് കേരളത്തിൽ നിന്നാണ് പണം കൊണ്ടുവരാനായിട്ട് ഇരുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വൈകിയൊരു വെളിപ്പെടുത്തലായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ടതാണ്. NIA അന്വേഷിക്കേണ്ട കേസാണ്. കാരണം ഇതിന്റെ പണം എവിടുന്നാണ്? ഇപ്പൊ ഇവിടെ കേരളത്തിൽ നിന്നുള്ള ചില യൂട്യൂബർമാരൊക്കെയാണ് ആദ്യം ഈ വിഷയം ഇളക്കി തുടങ്ങിയത്. ഓർമ്മയുണ്ടല്ലോ, ധർമ്മസ്ഥലയുടെ കാര്യമായി മനാഫിനെ എല്ലാവർക്കും അറിയാം. അപ്പൊ മനാഫ് മാത്രമല്ല, മനാഫിന്റെ പിന്നിൽ ഒരു വലിയ സംഘടിതമായ ഒരു ശക്തി ഉണ്ടെന്നേ. ഈ മനാഫും പ്രകാശ് രാജും ഒക്കെ മുഖങ്ങൾ മാത്രമാണ്. ഇതിന്റെ പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ട്, ഒരു ലോബി പ്രവർത്തിക്കുന്നു 100%. ആ ലോബിക്ക് വിദേശബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ കേരളത്തിൽ ശബരിമലയ്ക്കെതിരെയും ഞാൻ ഇത് പറയുന്നത്. ഇനി രണ്ടാമത് വേറൊരു കാര്യം, ഈ സഹാക്കന്മാര് ഇപ്പോ രാത്രിയുടെ മറവില് ഈ പറഞ്ഞ പോലെ യുവതീ പ്രവേശനം നടത്തിയെന്ന് പിറ്റേന്ന് ആർത്ത് വിളിച്ച സഹാക്കന്മാർ പോലും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. ശബരിമല കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയോടെ ചെയ്യുന്ന ഒരു വലിയ സഹായമാണ്. കോടിക്കണക്കിന് 332 കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ വരുമാനമെന്ന്, കണക്കിലെ വരുമാനം. പിന്നെ വാ തുറന്നിരിക്കുന്ന കുറെ ആൾക്കാർ അവിടെ ഉള്ളതുകൊണ്ട് 332 കോടിയൊന്നും ആയിരിക്കില്ല. ബാക്കിയൊക്കെ കുറെ ഇവരുടെയൊക്കെ വായിൽ പോയിട്ടുണ്ടാവും. എന്നിട്ട് പോലും കണക്കിൽ 332 കോടി രൂപ കിട്ടുന്നുണ്ട്. ഇത് സന്നിധാനത്തെ വരുമാനമാണ്. അതല്ലാതെ ആഗോള അയ്യപ്പ സംഗമം എന്നൊക്കെ അല്ലല്ല, ആഗോള അയ്യപ്പ സംഗമം മാത്രമല്ല അനീഷ. ഈ ശബരിമല തീർത്ഥാടനം എന്ന് പറയുമ്പോൾ ശബരിമലയെ മാത്രമല്ലല്ലോ ഈ വരുന്ന തീർത്ഥാടകർ പണം ചെലവഴിക്കുന്നത്. അപ്പൊ അവര് ഇതിലെ ട്രാവലില് അവർ ശബരിമലയിൽ മാത്രമല്ല ക്ഷേത്രത്തിൽ പോകുന്നത്, അവർ പല ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. അവിടുത്തെ എല്ലാം ലോക്കൽ ബിസിനസ് ഉണ്ട്, നമ്മുടെ ട്രാൻസ്പോർട്ട് ബിസിനസ് ഉണ്ട്, ഫുഡ് ബിസിനസ് ഉണ്ട്, ഇതെല്ലാം. പിന്നെ ടൂറിസം, ഇപ്പോൾ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിൽ നിന്നും മറ്റ് ദൂരസ്ഥലങ്ങളിൽ നിന്നും ഒക്കെ വരുന്നവർ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഇവരെല്ലാം പിഴിഞ്ഞെടുക്കുകയുമാണ് ഈ ദേവസ്വം ബോർഡും സർക്കാരും ചെയ്യുന്നത്, ഇല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്പം മാന്യതയുണ്ടെങ്കിൽ പമ്പ തൊട്ട് ഈ നിലയ്ക്കൽ തൊട്ട് പമ്പ വരെയുള്ള ട്രാൻസ്പോർട്ടേഷനെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടതാണ്. അതുപോലും കൊടുക്കാതെ അവിടെയും കൊള്ള പണം മേടിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഈ സമ്പദ് വ്യവസ്ഥയും കൂടെ തകർക്കാണ്. ശരിക്കും എക്കണോമിസ്റ്റുകൾ ഇതിനെ ഒരു എക്കണോമിക് എഞ്ചിൻ എന്നാണ് പറയുന്നത് ശബരിമല പിൽഗ്രിമേജിനെ. അപ്പോൾ അതും തകർക്കുക എന്നുള്ള വലിയ ഗൂഢാലോചനയാണ്. ഇപ്പൊ ഇതിനകത്ത് അനീഷ പറഞ്ഞ രണ്ടാമത്തെ ഒരു വിഷയത്തിലും ഞാൻ പെട്ടെന്നൊന്ന് വന്നോട്ടെ. അത് പത്മകുമാറിന്റെ വെളിപ്പെടുത്തലാണ്. ഈ പത്മകുമാറിനെ വിശുദ്ധനാക്കുന്ന പരിപാടി എല്ലാവരും നിർത്തണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് പുതിയ കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ശബരിമല ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി, തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി, അപ്പോഴേക്കും അവിടെ സ്ത്രീകളെ കയറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് അത് പ്രതികരിച്ചുകൂടായിരുന്നു? അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ലേ? അദ്ദേഹത്തിൻ്റെ പാർട്ടി എടുക്കുന്ന ഈ സമീപനം ഇത് തെറ്റാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് സ്ത്രീകൾ ആരും ശബരിമലയ്ക്ക് പോവില്ല എന്ന്. എനിക്ക് വിശ്വാസം ഇല്ല എന്ന് ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അദ്ദേഹത്തിന് ഒരു വിശ്വാസമുണ്ട് എന്ന് പലരും പറയുന്നുമുണ്ട്. അതെന്തും ആയിക്കോട്ടെ. പക്ഷേ അദ്ദേഹത്തിന് ഇതുപോലെ ശബരിമല ക്ഷേത്രത്തിൽ ഇത്രയും വലിയ ഒരു അനാശാസ്യ പ്രവർത്തനം നടന്നപ്പോൾ അദ്ദേഹത്തിന് എന്തുകൊണ്ട് പ്രതികരിക്കാൻ പറ്റില്ലായിരുന്നു? അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി വേണം, സ്ഥാനം വേണം. ഇത് രണ്ടും പോയി പ്രതിയായി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ അദ്ദേഹം വെളിപാടുമായിട്ട് വരുന്നത്. ഇത് പുസ്തകം വിൽക്കാനുള്ള ഒരു ഗിമ്മിക്കായിട്ട് മാത്രമേ കാണാനുള്ളൂ. ശ്രീജിത്തിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ അത് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരു അധികാരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. ഒരു ഉദ്യോഗസ്ഥന് ചില പരിമിതികളുണ്ട്. തിരുവനന്തപുരത്ത് ഒളിപ്പിച്ചാൽ വരണം. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞ് IPS രാജിവെക്കാനൊന്നും ശ്രീജിത്തിന് പറ്റിയെന്ന് വരില്ല. കാരണം അത് ഒരു ഔദ്യോഗിക കർത്തവ്യം മാത്രമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പത്മകുമാറിന് അങ്ങനെയല്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്. വിശ്വാസികളുടെ മനസ്സ് സംരക്ഷിക്കേണ്ട പദവിയിൽ ആ സമയത്ത് ഇരുന്ന ആളാണ്. എന്നിട്ട് ഇദ്ദേഹം എന്താണ് ചെയ്തത്? ഇദ്ദേഹം ഒന്നും ചെയ്തില്ലല്ലോ. നനഞ്ഞ കോഴിയെപ്പോലെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഈ സമയം മുഴുവൻ. അദ്ദേഹത്തിന് യോജിപ്പില്ല, വിയോജിപ്പാണെങ്കിൽ അദ്ദേഹം അത് അന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇപ്പം മാത്രം പുസ്തകമുണ്ട്, ഡയറി ഉണ്ടെന്നൊക്കെ പറയുന്നത്. അത് മാത്രമല്ല സാർ, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള തീരുമാനം അത് നാളെയാണ്, ജൂൺ 15-നാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അത് തീരുമാനിക്കുന്നത്. അതെ അതെ. അപ്പൊ പുറത്തേക്കോ അകത്തേക്കോ എന്നുള്ളത് നാളെ എന്നെ പുറത്താക്കിയാൽ ഞാൻ ഈ ഡയറി പുറത്തു വിടുമെന്ന് പറയാതെ പറയുകയാണ്.
അപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തെ വലിയ ഒരു വിശുദ്ധനാക്കിയിട്ടുണ്ട് ഉന്നതനുണ്ട് എന്നുള്ള രീതിയിലാണ്. തീർച്ചയായിട്ടും. പക്ഷെ ഇത് ഒരു കാര്യം അനീഷ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിന്റെ പിന്നിൽ ഒരു വലിയ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട്. ആരുടെയോ കൊട്ടേഷനാണിത്. അല്ലെങ്കിൽ ഇത്ര ശുഷ്കാന്തിയോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് മുഖ്യമന്ത്രി തന്നെ പിറ്റേന്ന് ഒരു ചിരിച്ചത് സെക്രട്ടേറിയറ്റിന്റെ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ താഴെ വന്ന് പത്രക്കാരെ കണ്ടപ്പോൾ ഒരു ചിരി ചിരിച്ചത് മറക്കാൻ പറ്റില്ല. അതെ അതെ, കേറിയോ എന്നുള്ളത് കേറി എന്നുള്ള അർത്ഥത്തിൽ ഒരു ചിരിയും ചിരിച്ചാണ് പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് ഒരു നവോത്ഥാന, അതെ അതെ, ഒരു കോർട്ട് ഓർഡറിന്റെ മറവില് വിശ്വാസികളെ മുഴുവൻ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ഞെട്ടിപ്പിക്കുന്ന, കേരളം മുഴുവൻ ആ രാത്രികളില് ഉറങ്ങാതെ കാത്തിരിക്കുകയായിരുന്നു വിശ്വാസി സമൂഹം. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്, എങ്ങനെ സംഭവിക്കുമോ, ആൾക്കാർക്ക് വലിയ ആധിയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ജനങ്ങളുടെ വികാരം കാണാതെ ഇവർ എന്തോ ഒരർത്ഥത്തിൽ, ഇവരുടെ രാഷ്ട്രീയം അറിയാത്ത, ജനങ്ങളുടെ പൾസ് അറിയാത്ത പാർട്ടിയൊന്നുമല്ല, അവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും അവരിത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ആരുടെയോ കൊട്ടേഷൻ എടുത്ത് നടപ്പാക്കിയതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അത് ആരാണ് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധർമ്മസ്ഥല വിഷയത്തിലും ഈ ശബരിമല വിഷയത്തിലും പത്മകുമാറിൻ്റെ ബുക്കൊന്നുമല്ല വെളിച്ചം വീശാൻ പോകുന്നത്. ശരിക്കും അതിന് വേണ്ടത് NIA അന്വേഷണമാണ്. CBI അന്വേഷണം നടത്തുമെന്നില്ലേ, അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. VD സതീശൻ സർക്കാർ, VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുമ്പോൾ പറഞ്ഞതാണ്, ഈ ശബരിമല അവർ അധികാരത്തിൽ വരുവാണെങ്കിൽ ആദ്യം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണം വരുത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമം നടത്തും, അല്ലെങ്കിൽ അതിനായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പം നിയമസഭകളൊക്കെ നടന്നു, പക്ഷെ ഇതുവരെ അതിന് ഒരു അത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അവർക്ക് കുറച്ചുകൂടെ സമയം വേണമെങ്കിൽ കൊടുക്കേണ്ടതാണ്. പക്ഷേ CBI അന്വേഷണം മാത്രമല്ല ഇതിനകത്ത് വേണ്ടത്. ഇതിനകത്ത് ഈ ഗൂഢാലോചന എന്താണ്, ഇതിന് ആരാണ് സ്പോൺസർ ചെയ്തത്, ആർക്കാണ് ശബരിമലയെ തകർക്കാൻ ഇത്ര താല്പര്യം, അവരുടെ ഉദ്ദേശം എന്താണ്, ഇത് കൃത്യമായിട്ട് അന്വേഷിക്കുന്ന ഒരു സമഗ്ര അന്വേഷണം ഉണ്ടാവണം. ശബരിമലയുടെ ഇപ്പോഴത്തെ ഈ ഭരണ സംവിധാനം ഈ 2 വർഷത്തേക്ക് ഏതെങ്കിലും ഒരാളെ പിടിച്ചിരുത്തുക, എന്നിട്ട് കിട്ടാവുന്ന എല്ലാവർക്കും വെപ്രാളമാണ്, എങ്ങനെ എത്രയും പെട്ടെന്ന് പണം അടിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ പരിപാടി ഒന്ന് അവസാനിപ്പിച്ച് ശബരിമലയുടെ പരിപാവനത അതുപോലെ നിലനിർത്തിക്കൊണ്ട് ഈ തീർത്ഥാടനം എങ്ങനെ സുഗമമാക്കാമെന്നുള്ള അന്വേഷണവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയാണ് ഭരണകർത്താക്കൾക്ക് വരേണ്ടത്. അത് എത്രയും പെട്ടെന്ന് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം. ഓക്കെ, നന്ദി, നമസ്കാരം.